നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിലെ പ്രൊഫസർ, തിരുവനന്തപുരം. അപ്പോൾ ഞാൻ നേരത്തെ എപ്പിസോഡിൽ ആൻജിയോപ്ലാസ്റ്റിയെ പറ്റി പറഞ്ഞു, ആൻജിയോഗ്രാമിനെ പറ്റി പറഞ്ഞു, പിന്നെ ഹാർട്ട് സ്കാനിനെ പറ്റി പറഞ്ഞു, പിന്നെ ബൈപ്പാസ് സർജറിയെ പറ്റിയും പറഞ്ഞു. ഇനി നമുക്കത് പ്രധാനമായിട്ട് വേണ്ടത്, ഇത്രയും ചെയ്താൽ പോരാല്ലോ, ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് വേണ്ടായോ? ഇനി നമുക്ക് ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും അവൈലബിൾ അല്ല. എല്ലാ ഹോസ്പിറ്റലുകളും ഇത് ബൈപ്പാസ് സർജറിയും ആൻജിയോപ്ലാസ്റ്റിയും മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ചില ഹോസ്പിറ്റലുകൾ ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ലേസർ തെറാപ്പി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലേസർ എന്ന് പറഞ്ഞാൽ ഒരു ബീംസാണ്, വെരി പവർഫുൾ റേസാണ്. ഈ റേസ് നമ്മുടെ ഹൃദയത്തിലേക്ക്, എൻ്റെ ബ്ലോക്ക് സ്ഥലത്തേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിനെ അലിയിച്ച് കളയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ പറയാം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് അബ്സോർബിങ് ദ അബ്നോർമൽ സെൽസ് ഓർ ക്ലോട്ടിംഗ് ഓർ പ്ലേക്സ് വിത്തൗട്ട് ഹാർമിങ് ദ നോർമൽ സെൽസ്. At the same time, it is giving the energetic condition to the normal cells. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സെല്ലുകളെ അല്ലെങ്കിൽ ക്ലോട്ടിങ്ങിനെല്ലാം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ സെല്ലുകളുണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റീജനറേറ്റീവ് പ്രോസസ്സ്, ഒരു ദോഷവശവും ഇല്ലാത്ത രീതിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് മേക്കിംഗ് ന്യൂ സെൽസ്. അങ്ങനെയാണ് ലേസറിൻ്റെ ആക്ഷൻ. പിന്നെ ഈ ലേസർ തെറാപ്പി കൊണ്ട് ഇപ്പോൾ ഉദാഹരണം ബൈപ്പാസ് സർജറി ഒന്നും ആപ്ലിക്കബിൾ അല്ലാത്തതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ്. കാരണം അത് പേഷ്യൻ്റ് യാതൊരു വേദന അറിയുന്നില്ല, നമ്മൾ ലൈറ്റ് അടിക്കുന്ന പോലെ ഒരു സെൻസേഷൻ പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് സേഫാണ്. അതിൻ്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 80% സക്സസ് നമുക്ക് കിട്ടും. അത്രയും മതിയല്ലോ. 1% കിട്ടിയാൽ തന്നെ ഭയങ്കരമാണ്. അതേസമയം ആൻജിയോപ്ലാസ്റ്റി കൊണ്ടോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിക്കോ 1% പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് പേഷ്യൻസിനെ ക്രിട്ടിക്കൽ മൂവ്മെൻറ്റിലാണ് ചിലപ്പോൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല. ഈ പ്രോസസ്സിൽ തന്നെ ഏകദേശം ഒരു ബൈപ്പാസ് സർജറി ആണെങ്കിൽ 3 to 5 lakhs rupees വരുന്നുണ്ട്, മറ്റേ 2 lakhs rupees ഉണ്ട്. ഈ ഒരു പ്രോസസ്സിന് ഏകദേശം അതിൻ്റെ 4/1 പോലും ചിലവ് വരുന്നില്ല. വളരെ സേഫായിരിക്കും. ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ആ പേഷ്യൻറ്റിനെ ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് റിക്കവർ ചെയ്തിട്ടുള്ള എൻ്റെ പ്രമാദമായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോർമർ ഇന്ത്യൻ പ്രസിഡൻറ്റ് കെ.ആർ. നാരായൺ സാറ്, അതുപോലെ ഫോർമർ അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോർട്ടർ, പിന്നെ അതുപോലെ നമ്മുടെ മാർത്താണ്ഡ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭ വർമ്മ, ഇവർക്കെല്ലാം ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല പരിപൂർണ്ണ സുഖം പ്രാപിച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ മറ്റു രോഗികളുടെ പറയാൻ പാടില്ലെന്നുള്ളതാണ്. പക്ഷേ അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ പറയുന്നൊരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ഇത് പൊതുജനക്കൂടെ അറിവിക്കൊരു പ്രയോജനം വന്നോട്ടെ. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.